ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ മക്കളെ, കാരണം ലക്ഷ്യം കണ്ടുടങ്ങുമെന്ന് തോന്നണം. ഇങ്ങോട്ടാവും മറ്റേ ഇങ്ങോട്ട് പോവാ അവരവിടെ അല്ലേ. ലാസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ വരട്ടാ മഴ കണ്ടുപിടിച്ചതിൻ്റെ കണ്ടു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു വാഗ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ജിനീഷ്, അതുപോലെ തന്നെ ഗൂഗിള്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ക്യാമറാമാനായ ദാസനും കൂടിയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഈ സ്ഥലം കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ തന്നെ ഇപ്രാവശ്യം ഭയങ്കര കഷ്ടപ്പെട്ട ഒരു മലയൊക്കെ കയറിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പളശ്ശേരിയിൽ നിന്ന് പൂക്കോട്ടുകാവ് കടമ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് അവിടെ നിന്ന് കടമ്പൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം. അത്യാവശ്യം കുറച്ച് ഉള്ളേരിയാണ്, ഒരു ഏകദേശം ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒക്കെ മനസ്സിലായത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയ തന്നെയാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ എത്തിയ സമയത്ത് കുറച്ചൊന്ന് ലേറ്റായി, കാരണം വഴിയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് എത്തിയുമ്പോഴേക്കും കുറച്ചൊന്ന് വെയിലൊക്കെ ഉദിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു മഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മൂടൽ മഞ്ഞിൻ്റെ ദൃശ്യം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ വന്നത്. പക്ഷെ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഹിൽ സ്റ്റേഷൻ നോക്കിയാവുന്ന ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ നമ്മളിപ്പോൾ കാണുന്നത്. രാവിലെ വരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ മഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഇപ്പോഴും തണുപ്പുണ്ട്, പക്ഷെ എന്നാലും വെയിലിൻ്റെ ഒരു ഉദിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ആ മഞ്ഞൊന്നും ഇപ്പോൾ കാണാനില്ല. അപ്പോൾ കൂടുതൽ നല്ലൊരു വിസിബിലിറ്റിയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പാട്ടിമലയിൽ നിന്ന് ഇറങ്ങി ഇനി വേറൊരു ലൊക്കേഷൻ കാണാനാണ് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതെന്താണ് ഞങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലത്ത് നമ്മൾ മാറി ഞങ്ങൾക്ക് വേണ്ടി ഒരു പുതിയൊരു ലൊക്കേഷനാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് പല സിനിമകളിലും ലൊക്കേഷനായിട്ടുള്ള ഒരു വീട്, അതാണ് നമ്മൾ ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ വീടാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. അതായത് നമ്മുടെ കിളിച്ചുണ്ടമ്പാമ്പടം സിനിമയിൽ നമ്മുടെ ശ്രീനിവാസൻ്റെ തറവാടായിട്ട് കാണിക്കുന്നത് ഈ വീടാണ്. സംഭവം നമ്മൾ ഇതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാർ സംസാരിച്ചിരുന്നു, പക്ഷേ ആളോട് സ്ഥലത്തില്ല, ആൾ ചെന്നൈയിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കിട്ടുള്ളത്. ഇതാണ് ആ വീഡിയോ, ഇതാണ് ആ സ്ഥലം, ഇതാണ് മല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അതിൻ്റെ ഫ്രണ്ടേജും. അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടാണ് വന്ന് മോഹൻലാൽ അവിടെ ആ എന്താണ് കുപ്പിവെള്ളം കൊടുക്കുന്നതും അതുപോലെ തന്നെ മറ്റേ ഈത്തപ്പഴം വിൽക്കുന്നതും ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അത് ഷോട്ട് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ പഠിപ്പുരയൊക്കെ സെറ്റാണ്, അപ്പോൾ അത് ചിലപ്പോൾ കണ്ടൊന്നും ഇല്ല, പക്ഷേ ആ ഒരു ഫ്രണ്ടേജ് ഇത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പല മനകളും ഇവിടെ പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ യാത്രകൾക്കിടയിലും വ്ളോഗുകൾക്കിടയിൽ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ മനകളും ലൊക്കേഷനുകളും ഇനിയും പരിചയപ്പെടുത്താം. അപ്പോൾ ഇനി ശരി. അവിടെ കിളിച്ചുണ്ടമ്പാമ്പടം സിനിമയിൽ ആ പാട്ടുണ്ടല്ലോ, എന്നാങ്കിളി വന്നാങ്കിളി, ആ പാട്ടിലെ ഒരു സീനുണ്ട് ഈ കുളത്ത്, ഈ പ്രദേശത്ത് വെച്ചിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിനുള്ള കുളമാണ്. ഇപ്പോൾ ആ മലയുടെ അടുത്ത് ഒരു കുളം കൂടിയാണിത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഒന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇതുപോലെ വീഡിയോകൾ എങ്ങനെ വീണ്ടും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ടാറ്റ പറയുകയാണ്. വി ആർ വിശാഖൻ വിത്ത് ദാസൻ.